ജാർഖണ്ഡിൽ തകർന്നടിഞ്ഞ് എൻ.ഡി.എ മുന്നണി. ജെഎംഎമ്മിന്റെ തേരോട്ടത്തിൽ ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. ബി.ജെ.പിയുടെ വർഗീയ പ്രചാരണത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. സിബി ജോസഫ് വിവരങ്ങൾ നൽകാനുണ്ട്. സിബി, അമിത്ഷായും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും പലതവണ വന്നുപോയി, പലതവണ പ്രചാരണങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. നുഴഞ്ഞുകയറ്റക്കാരെന്ന ആരോപണം, അതിനൊപ്പം ചമ്പൈ സോറിനെ പാളയത്തിൽ എത്തിച്ചുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒന്നും ഫലം കണ്ടില്ല എന്ന് മനസ്സിലാക്കാം. ആദിവാസി വിഭാഗം ജെഎംഎമ്മിനെ ചേർത്ത് പിടിച്ചു. അന്ന, തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വലിയ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം ജാർഖണ്ഡിൽ നടത്തിയത്. 81 സീറ്റിൽ 56 സീറ്റിലും കേവല ഭൂരിപക്ഷവും കടന്ന് വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് നേടാനായി. മാത്രമല്ല, ഇവിടെ 23 സീറ്റിൽ NDA സഖ്യത്തിന് തകർന്നടിയുന്ന ഒരു കാഴ്ച കൂടിയാണ് കണ്ടത്. പ്രത്യേകിച്ച് JMMന്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു ജാർഖണ്ഡിലുണ്ടായത്. ജാർഖണ്ഡിൽ മത്സരിച്ച 41 സീറ്റിൽ 36 സീറ്റിലും ഇന്ത്യ സഖ്യത്തിൽ JMMന് വിജയിക്കാനായി. അതേസമയം 68 സീറ്റിൽ മത്സരിച്ച BJP ആകട്ടെ വെറും 21 സീറ്റിലേക്ക് ഇത്തരത്തിൽ തകർന്നടിയുന്ന കാഴ്ച കൂടി കാണേണ്ടി വന്നു. എന്തായാലും ഈ ഗോത്രവർഗ മേഖല ഏകദേശം 27% ഗോത്ര മേഖലയ്ക്ക് നിർണായക സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ആ ഗോത്ര മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി എല്ലാ ശ്രമവും BJPയുടെ ഭാഗത്തുണ്ടായി. അവിടെ വർഗീയ പ്രസംഗങ്ങളും വിദ്വേഷ പ്രസംഗവും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റവും ഏകീകൃത സിവിൽ കോഡും കൂടാതെ ചമ്പൈ സോറിനെ BJP പാളയത്തിലെത്തി എത്തിച്ചെല്ലാതിനെയും നിരവധി ഒരു കാടിളക്കിയുള്ളൊരു പ്രചരണമായിരുന്നു JMMനെതിരെ BJP നടത്തിയത്. പക്ഷേ ഇതൊന്നും തന്നെ വില പോയില്ല. BJPക്ക് അവിടെ കഴിഞ്ഞ 2019 24 സീറ്റ് ലഭിച്ചെങ്കിൽ ഇത്തവണ അത് വെറും 21 സീറ്റായി ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. മറ്റ് സഖ്യകക്ഷികളിലേക്ക് പോയാൽ ഇന്ത്യ സഖ്യത്തിൽ RJDക്ക് 4 സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 30 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 16 സീറ്റ് മാത്രമാണ് നേടിയത്. അതേസമയം തന്നെ CPI ML 2 സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. വിളിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ജാർഖണ്ഡിൽ വന്നത്. JMMന് വിജയമുണ്ടായിരിക്കുന്നു. സിബി ജോസഫ് വിവരങ്ങൾ നൽകി.